നമസ്കാരം. എന്റെ പേര് മീർ മുഹമ്മദ് അലി. ഞാൻ കണ്ണൂർ ജില്ലാ കളക്ടറാണ്. കണ്ണൂരിൽ മാലിന്യത്തിന്റെ സ്പെഷ്യലി പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ഒരുപാട് പ്രശ്നമുണ്ട്. കണ്ണൂരിന്റെ പുഴയിലെയോ ഇല്ലെങ്കിൽ കണ്ടൽക്കാട് നമ്മ കണ്ടാൽ മനസ്സിലാവുന്നത് അവിടെ ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാനാണെങ്കിൽ വലിയൊരു പ്രശ്നമില്ല. നമ്മുടെ കണ്ണൂരിൽ താമസിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾ മാത്രം വിചാരിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ മുഴുവൻ പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാൻ സാധിക്കും. ഇത് എന്റെ വീട്ടിൽ ഇരിക്കുന്ന പ്ലാസ്റ്റിക് സെഗ്രിഗേഷൻ ബോക്സ് ആണ്. നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന പ്ലാസ്റ്റിക് ഉണ്ട്. അതിന്റെ ഒരു ഉദാഹരണം ഈ പ്ലാസ്റ്റിക് പാക്കറ്റ്. നമുക്ക് വിചാരിച്ചാൽ ഒരു സ്വന്തം ബാഗ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്ത് ഈ പ്ലാസ്റ്റിക് പാക്കറ്റിനെ വളരെ ഈസിലി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ണൂരിലെ ഒരു സ്വന്തം സൊല്യൂഷൻ ഉണ്ട്. ഈ ബാഗ് കൈത്തിരി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ബാഗാണ് ഇത്. ഇത് കണ്ടാൽ വളരെ ഒരു ചെറിയ ബാഗ് ആയിട്ട് കാണും, പക്ഷെ ഒരു പ്രോപ്പർ ഷോപ്പിംഗ് ബാഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇറ്റ്സ് എ പ്യുവർ ഹാൻഡ്ലൂം ബാഗ്. പക്ഷെ മേജർ പ്രോബ്ലം ഇരിക്കുന്നത് അൺഅവോയ്ഡബിൾ പ്ലാസ്റ്റിക് ആണ്. നമ്മൾ എത്ര വിചാരിച്ചാലും പ്ലാസ്റ്റിക്കിനെ മുഴുവൻ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ആ പ്ലാസ്റ്റിക്കിനെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും, ആ പ്ലാസ്റ്റിക്കിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന പാക്കേജിംഗ്. ഈ പാക്കറ്റ് എല്ലാവർക്കും അറിയാം. ആട്ടയുടെ പാക്കറ്റ്, മിനറൽ വാട്ടർ ബോട്ടിലിന്റെ റാപ്പർ. എല്ലാവർക്കും ഈ പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ താല്പര്യമുണ്ടെങ്കിലും അത് ഈ പ്ലാസ്റ്റിക്കിനെ എന്താ ചെയ്യണമെന്ന ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും. അതിന്റെ ഒരു സിമ്പിൾ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ഈ പ്ലാസ്റ്റിക്കിനെ ആദ്യം വാഷ് ചെയ്യുക. ക്ലിയർ ആയിട്ട് വാഷ് ചെയ്തിട്ട് ഇതിനെ ഡ്രൈ ആക്കുക. പ്ലാസ്റ്റിക്കിന്റെ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. വെൻ പ്ലാസ്റ്റിക് ഇസ് ക്ലീൻ ആൻഡ് ഡ്രൈ, ആ പ്ലാസ്റ്റിക്കിനെ വാങ്ങാൻ കളക്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. സോ ഈ ആട്ട പാക്കറ്റിനെ ക്ലീൻ ചെയ്യൂ, ഡ്രൈ ചെയ്യൂ. മിൽമ പാക്കറ്റ് ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്യൂ. അതിനുശേഷം ഇതിനെ ഡ്രൈ ആക്കും. 10 എണ്ണം ആയി കഴിഞ്ഞാൽ ആ 10 എണ്ണം നിങ്ങളുടെ സ്കൂൾ ബാഗിൽ വെച്ചിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകുക. അവിടെ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന്റെ കയ്യിൽ തരുക. നിങ്ങളും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് പാക്കറ്റ്സ് സ്കൂൾ അതോറിറ്റീസ് ഒരു സ്ഥലത്ത് കളക്ട് ചെയ്യും. അതിനുശേഷം ആഴ്ചയിൽ ഒരു തവണ ഇവിടെ കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ക്രാപ്പ് ഡീലേഴ്സ്, ആക്രി കച്ചവടക്കാരുണ്ട്. നിങ്ങളുടെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്തിട്ട് റീസൈക്ലിംഗിന് വേണ്ടി അയക്കും. ഈ രീതിയിൽ നമുക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കുന്ന പ്ലാസ്റ്റിക് നമുക്ക് പെർമനന്റ്ലി ഒഴിവാക്കാൻ പറ്റാത്ത പ്ലാസ്റ്റിക് നമുക്ക് റീസൈക്ലിംഗിന് തന്നിട്ട് നമ്മുടെ കണ്ണൂരിൽ ഇരിക്കുന്ന എല്ലാ പുലകളിലും കണ്ടൽക്കാടിനും പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ നമുക്ക് സാധിക്കും. സോ നിങ്ങളുടെ വീട്ടിലും വീടിന്റെ പരിസരത്തിലും ഇരിക്കുന്ന എല്ലാ പ്ലാസ്റ്റിക് നിങ്ങൾ കളക്ട് ചെയ്യുക. കളക്ട് ചെയ്തിട്ട് നിങ്ങളും ഒരു കളക്ടർ ആകുക. ബി എ കളക്ടർ അറ്റ് ഹോം, ബി എ കളക്ടർ ഇൻ യുവർ നെയ്ബർഹുഡ്, and be a collector at school. All the best.